എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് +1 എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നതിൽ 6ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തൊട്ട് മുന്നേ ദിവസങ്ങളിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അവിടെ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ഇത് ഗ്രൂപ്പ്ഡ് അൺഗ്രൂപ്പ്ഡ്, ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഒക്കെ എങ്ങനെയാണ് മീൻ കാണുന്നത്, മീഡിയൻ കാണുന്നത്, മോഡ് കാണുന്നത്, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ക്വാർട്ടൈൽ അല്ലെ, Q1 Q3 അങ്ങനെ പറയുന്നതൊക്കെ വിശദമായി പഠനം നടത്തി കഴിഞ്ഞതാണ്. അതൊക്കെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ നോട്ടിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് പൂർത്തിയാക്കണം. അവിടെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഈ ഒരു 6ാമത്തെ ചാപ്റ്ററിൽ ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നതിൻ്റെ ടൂളുകൾ വളരെ എളുപ്പം സ്വായത്തമാക്കാൻ സാധിക്കും. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നതിൽ 9 ചാപ്റ്ററുകളിൽ വലിയ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ്, വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ പതിവായി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ചാപ്റ്റർ പഠനം നടത്താൻ. നമുക്കതിലെ പ്രധാനപ്പെട്ട ഡീവിയേഷൻ, ഡിസ്പേർഷൻ, അതിൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കാം. എന്താണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത? ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഒരു 3 ബാറ്റ്സ്മാൻമാർ, ഒന്ന് രോഹിത് ശർമ്മ, മറ്റൊരെണ്ണം MS ധോണി, മറ്റൊരാളോ വിരാട് കോഹ്ലി 85. ഇങ്ങനെ 3 ബാറ്റ്സ്മാൻമാർ. രോഹിത് ശർമ്മ 5 ഇന്നിങ്സുകളിലായിട്ട് ഒരു ഇന്നിങ്സിൽ 200, 150, 50, 0, 100 അങ്ങനെ ടോട്ടൽ 1000 സ്കോർ ചെയ്തിട്ടുണ്ട്. MS ധോണിയും വ്യത്യസ്ത സ്കോറുകളാണെങ്കിലും ഇവിടെ വിരാട് കോഹ്ലിയും 1000 തന്നെ 5 ഇന്നിങ്സുകളിൽ. ഇവിടെ ഇവരുടെ ആവറേജ് നോക്കുക 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരും 200 ഇവരുടെ ആവറേജ്, സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ ആവറേജ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ 3 പേരും തുല്യരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ 3 പേരും അവരുടെ ഇന്നിങ്സ് തുല്യമല്ല. ചിലവർ തുടർച്ചയായിട്ട് അവരുടെ പെർഫോമൻസ് നിലനിർത്തിയവരാണ്, ചിലവർ അങ്ങനെയല്ല, എപ്പോഴെങ്കിലും പെർഫോം ചെയ്യുന്നവരാണ്. അവിടെയാണ് ഈ ആവറേജ് എന്ന് പറയുന്ന പഠനം വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിനോ അതിനവിടെ തടസ്സങ്ങളുണ്ട്. അവിടെയാണ് ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്ന മെഷറിംഗ് ടൂളുകൾ പരിചയപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസ്പേർഷൻ മെഷറിംഗ് ടൂളുകൾ? നമ്മൾക്ക് ഇവിടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് 4 പ്രധാനപ്പെട്ട ടൂളുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനെ ആകുമ്പോൾ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ഡിസ്പേർഷൻ എന്ന് പറയുന്നിടത്ത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് കൂടിയുണ്ട്, ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്, ലോറൻസ് കർവ് എന്ന് പറയുന്നത്. അത് അവസാനത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5ാമത്തെ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിലേക്കുള്ളത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ പറഞ്ഞു തൊട്ടടുത്ത ചാപ്റ്ററുകളിലേക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ചാപ്റ്റർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് വളരെ സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് ഓഫ് ഡിസ്പേർഷൻ, മെഷറിംഗ് ഡിസ്പേർഷൻ എന്നുള്ളതിൽ വളരെ സിമ്പിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റേഞ്ച് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് റേഞ്ചും അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. ഒരു ഒബ്സർവേഷൻ കിട്ടിയ അതിലേറ്റവും വലിയ വാല്യൂ മൈനസ് അതിലേറ്റവും ചെറിയ വാല്യൂ, അവിടെ റേഞ്ച് എന്നുള്ളത് കിട്ടും. എന്നാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നുള്ളിടത്ത് അതിൻ്റെ ഇക്വേഷൻ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് വേജസ് തരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 രൂപ വേതനമുള്ള ആളുണ്ട്, 200. ഇങ്ങനെ 5 പേര്. പക്ഷേ ഇവിടെ നമ്മൾക്ക് എത്രത്തോളം ഇവർ തമ്മിൽ ഡിസ്പേഴ്സ്ഡ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ റേഞ്ച്
കാണുന്നതാണെങ്കിൽ, വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ റേഞ്ച് കാണുകയാണെങ്കിൽ ഇതിൽ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 750 ആണ്, മൈനസ് ഇതിലെ സ്മോളസ്റ്റ് വാല്യൂ 200 ആണ്. അപ്പോൾ ഇവിടെ റേഞ്ച് എന്നുള്ളത് 550. ഇവിടെ റേഞ്ച് കിട്ടി. ഇത്രയും എളുപ്പമാണ്. എന്നാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ 550 ഡിവൈഡഡ് ബൈ 950. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റിലേറ്റീവ് ആണ്. ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. ഇത് ഇൻഡിവിജ്വൽ സീരീസിലാണ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. വാല്യൂവിൽ ലാർജസ്റ്റ് എടുക്കുക, സ്മോളസ്റ്റ് എടുക്കുക. അവിടെ ഫ്രീക്വൻസി അല്ല പരിഗണിക്കുന്നത്. കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും അങ്ങനെ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുക, ഈ വേജസ് എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടി തരികയാണ്. 5, 12, 24 ഇങ്ങനെ തന്നു നിൽക്കുക. ഇതിപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസാണ്. ഇവിടെ ഫ്രീക്വൻസി കൂടെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇവിടെ റേഞ്ച് പരിഗണിക്കുമ്പോൾ ഈ വേജിൽ ലാർജസ്റ്റ് ഏതാണ്, സ്മോളസ്റ്റ് ഏതാണ്, അത് തന്നെയാണ് എടുക്കുക. അതിന് ഏത് തരത്തിൽ വരികയാണെങ്കിലും ഈ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഡിസ്ക്രീറ്റ് സീരീസിലും ഇങ്ങനെ തന്നെയാണ്. ഇക്വേഷൻ ഇത് തന്നെയാണ്, L-S എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് സീരീസിലേക്ക് നോക്കുക. കണ്ടിന്യൂസ് സീരീസിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ മാർക്സ് തരികയാണ്. കുട്ടികളുടെ മാർക്സ് 10 to 20, 20 to 30, 40 to 50 ഇങ്ങനെ ഒരു ക്ലാസ് വന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ 10, ഇവിടെ 12. എങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് കാണുക എന്ന് പറഞ്ഞത് ഇവിടെ മാർക്സിൽ ലാർജസ്റ്റ് മാർക്സ് എന്ന് പറയുന്നത് 50 ആണ്. 40 to 50 50 ആണ്. സ്മോളസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 40 എന്ന് പറയുന്നതാണ് റേഞ്ച്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 50 minus 10 divided by 50 plus 10, 40 divided by 60. എത്രയാണോ കിട്ടുന്നത് അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഇൻഡിവിജ്വൽ ആണെങ്കിലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും ഈ ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നിടത്ത് റേഞ്ച് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റേതാവുന്ന മെറിറ്റും ലിമിറ്റേഷൻസും ഉണ്ട്. അതെന്താണെന്നൊന്ന് നോക്കാം. സ്ട്രീം ഐറ്റം. അപ്പോൾ ഇവിടെ മെറിറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് റേഞ്ച്. ദെൻ ഈസിയസ്റ്റ് ടു കമ്പ്യൂട്ട്, വളരെ എളുപ്പത്തിൽ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. ഗിവ്സ് മാക്സിമം സ്പ്രെഡ് ഓഫ് ഡാറ്റ, ഒരു ഒബ്സർവേഷനിലെ ഏറ്റവും ലാർജസ്റ്റും സ്മോളസ്റ്റും തമ്മിലുള്ള ആ ഡിസ്പേർഷൻ കാണിക്കുക, അതിലെ മാക്സിമം അന്തരം എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അതൊരു മെറിറ്റാണ്. എന്നാൽ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നോട്ട് ബേസ്ഡ് ഈച്ച് ആൻഡ് എവറി ഐറ്റം, എല്ലാ ഐറ്റവും പരിഗണിച്ചുകൊണ്ടല്ല റേഞ്ച് എന്നുള്ളത് കാണുന്നത് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. രണ്ടാമത്തേത് കനോട്ട് കമ്പ്യൂട്ട് ഓൺ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഈ റേഞ്ച് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ എബവ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മുകളിൽ അത് അപ്പോൾ ലാർജസ്റ്റ് എവിടെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക? ആ ലാർജസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ലിമിറ്റ് എവിടെയാണ്? അവിടെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ അത് പറ്റില്ല എന്നാണ്. ദെൻ ഡിസ്പേർഷൻ ഓൺ എക്സ്ട്രീം ഐറ്റംസ്, എക്സ്ട്രീം ഐറ്റത്തിൻ്റെ ഡിസ്പേർഷൻ മാത്രമേ ഇതിവിടെ കാണുന്നുള്ളൂ, അല്ലാതെ അതിന് ഇടയിലുള്ളവരുടെ ഡിസ്പേർഷൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ. ഈ ലിമിറ്റേഷൻ നിലനിന്നതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു മെത്തേഡിലേക്ക് പോകേണ്ടി വന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷനാണ്, QD. രണ്ടാമത്തെ മെത്തേഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, QD. ഒരു ഒബ്സർവേഷനെ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 4 ഈക്വൽ പാർട്സ് ആക്കുക എന്നുള്ളതാണ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. 5ാമത്തെ ചാപ്റ്ററിൽ Q1 ലോവർ ക്വാർട്ടൈലും Q3 അപ്പർ ക്വാർട്ടൈലും എന്ന് പറഞ്ഞിട്ട് Q1 കാൽക്കുലേറ്റ് ചെയ്യുന്നതും Q3 കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ വിശദമായി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇനി ഇക്വേഷൻ നോക്കുക, അത് അപ്ലൈ ചെയ്യുന്ന രീതികൾ നോക്കിയാൽ മാത്രം മതി. മറ്റുള്ള കാര്യങ്ങൾ റിപ്പീറ്റേഷൻ നമുക്കിവിടെ ഒഴിവാക്കാം. ആ കാര്യങ്ങളൊക്കെ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്താണ്. അവിടെ തന്നെ അത് ക്ലിയർ ചെയ്താൽ ഇവിടെ വളരെ എളുപ്പത്തിൽ ബാക്കി കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോവാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ Q3 - Q1/2. ഇത് അബ്സല്യൂട്ടാണ്. ഇനി റിലേറ്റീവ് ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് Q3 + Q1, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ചെയ്യുക എന്നുള്ളതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇപ്പോൾ Q3 കാണാനും Q1 കാണാനും ഇനി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രമായിട്ടുള്ളത് നമുക്കൊന്ന് ചെയ്ത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. 50 ഇവിടെ മാർക്സ് തന്നിരിക്കുകയാണ്. 20, 28, 40, 12, 30, 15, 50. അപ്പോൾ ക്വാർട്ടൈൽ എന്ന് പറയുന്നത് മീഡിയൻ പോലെ തന്നെ ഒരു പാർട്ടീഷൻ വാല്യൂ ആണ്.
അതുകൊണ്ട് തന്നെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതിനെ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറിലാക്കുമ്പോൾ 12, 40, 50, 2, 4, 6, 7 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ Q1 കാണാം. Q1 കാണാനുള്ള ഇക്വേഷൻ എന്താ? n+1/4th ഐറ്റം. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 7 ആണ്. 7+1/4th ഐറ്റം 8/4 = സെക്കൻഡ് ഐറ്റം. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. എന്ന് പറയുന്നത് 15. അപ്പോൾ Q1 എന്ന് പറയുന്നത് 15 ആണ്. ഇനി Q3 കാണാൻ എന്താ ഇക്വേഷൻ? 3 × n+1/4th ഐറ്റം. അപ്പോൾ 3 × 8/4 6th ഐറ്റം. 6th ഐറ്റം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6. അപ്പോൾ ഇവിടെ Q3 കിട്ടി 40. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കാണേണ്ടതെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ = Q3 - Q1/2. അപ്പോൾ 40 - 15/2 25/2 12.5. 12.5 മാർക്സ് ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 12.5 മാർക്സ് ആണ്. ഇനി ഇതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ആണെങ്കിൽ Q3 - Q1/Q3 + Q1 ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഇൻ്റർ ക്വാർട്ടൈലാണ് കാണേണ്ടതെങ്കിൽ Q3 - Q1 എന്ന് പറയുന്നത്. ഇതേ സമയം ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലോ ഫ്രീക്വൻസി കൂടി ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിയ ഡാറ്റയെ ഉടനെ തന്നെ അത് ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ n+ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നുണ്ട്. n+1/4th ഐറ്റം എന്ന് പറഞ്ഞിട്ട് അവിടെ കറസ്പോണ്ട് നേരത്തെ 5ാമത്തെ ചാപ്റ്ററിൽ ചെയ്തതുപോലെ Q1 കാണുന്നു, Q3 കാണുന്നു. കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിലോ അവിടെയും നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ കണ്ടിന്യൂസ് സീരീസിലും ക്വാർട്ടൈൽ Q1 Q3 കാണാനുള്ള വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും Q1 Q3 കാണുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇതോടുകൂടി ക്വാർട്ടൈൽ ഡീവിയേഷൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നിടത്ത് ഈ ക്വാർട്ടൈൽ ഡീവിയേഷനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അതെന്തൊക്കെയെന്ന് നോക്കാം. ആൽജിബ്രായിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ QDയുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഈസിലി കമ്പ്യൂട്ടഡ് ആൻഡ് റെഡിലി അണ്ടർസ്റ്റുഡ്. വളരെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എളുപ്പം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു മെറിറ്റ്. നോട്ട് അഫക്റ്റഡ് എക്സ്ട്രീം ഐറ്റം. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടഡ് ഈവൻ ഫോർ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്. ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻസും ഇപ്പോൾ മീഡിയൻ ആണെങ്കിലും ക്വാർട്ടൈൽ ആണെങ്കിലൊക്കെ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ ഇത് സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു മെറിറ്റാണ്. വേറൊരെണ്ണം ഈ റേഞ്ചിനേക്കാൾ റിലയബിൾ ആണ് ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സ്. ലിമിറ്റേഷൻസ് പറയുമ്പോൾ നോട്ട് ബേസ്ഡ് ഓൺ ആൾ ഐറ്റംസ്. എല്ലാ ഐറ്റവും ഇത് പരിഗണിക്കുന്നില്ല. ഇഗ്നോറിങ് 50%. ഇപ്പോൾ ലോവർ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%, അപ്പർ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ 75%. അതിനിടയിൽ കിടക്കുന്ന 50%നെ ഇത് ഇഗ്നോർ ചെയ്തിട്ടാണ് ഇവിടെ ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് കേപ്പബിൾ ഫോർ ആൽജിബ്രായിക് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷന് പൂർണ്ണമല്ല. ഇതിൻ്റെ ലിമിറ്റേഷൻസും നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വരികയാണ്. അതാണ് മീൻ ഡീവിയേഷൻ. അത് നമുക്ക് പരിശോധിക്കണം. ഇനി മൂന്നാമത്തേതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീവിയേഷൻ ടേക്കൺ ഫ്രം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് മീനിൽ നിന്നും മീഡിയനിൽ നിന്നും മീൻ ഡീവിയേഷൻ കാണാറുണ്ട്. പക്ഷെ മോഡിൽ നിന്ന് എടുക്കില്ല. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മോഡും ഉണ്ട്. മോഡ് എന്ന് പറയുന്നത് റിലയബിൾ അല്ല, സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ മോഡിൽ നിന്ന് എടുക്കാറില്ല. വളരെ വ്യാപകമായിട്ട് എടുക്കാറുള്ളത് അരിത്തമെറ്റിക് മീനിൽ നിന്നാണ് മീൻ ഡീവിയേഷൻ കാണാറുള്ളത്. മീഡിയനിൽ നിന്നും മീൻ ഡീവിയേഷൻ കാണും. അപ്പോൾ മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇപ്പോൾ MD മീൻ ഡീവിയേഷൻ കാണുന്നത് അരിത്തമെറ്റിക് മീനിൽ നിന്നാണെങ്കിൽ MD x ബാർ സിഗ്മ d/n. ഇവിടെ ഒരു പുതിയ പദമാണ് ഈ d/ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - x ബാർ ആണ്. x ബാർ നമുക്കറിയാം മീൻ എന്ന് പറയുന്നതാണ്, x ഒബ്സർവേഷൻ ആണ്. ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഇഗ്നറിങ് സൈൻ. ഇപ്പോൾ മൈനസ് പ്ലസ് അങ്ങനെ പറയുന്ന സൈൻ പരിഗണിക്കില്ല, എല്ലാം പ്ലസ് ആയിട്ടാണ് എടുക്കുക. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. എക്സാമ്പിൾ x എന്ന് പറയുന്നത് 25, 10.
എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുകയാണ്. ഇത് മാർക്സ് ആണെങ്കിൽ മാർക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത കോളം എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ള കോളമാണ്. അതാണ് ഡി സ്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് ബാർ കാണണം. എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യണം. ഈ 25, 64, 84 ഇങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 530 കിട്ടുന്നു. ഇത് 2, 4, 6, 8 അങ്ങനെ 10 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ എക്സ് ബാർ എന്നുള്ളത് കിട്ടി 53. ഇനി ചെയ്യേണ്ടത് 25 മൈനസ് 53. ഇവിടെ എന്ത് പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ ശരിക്കും വരുന്നത് -28 പക്ഷേ മൈനസ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല. ഇവിടെ ഡി സ്ലാഷ് എന്നുള്ളിടത്ത് മീൻ ഡീവിയേഷനിൽ. അതുപോലെ 64 മൈനസ് 40. അപ്പോൾ ഡി സ്ലാഷ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കിട്ടി? സിഗ്മ ഡി സ്ലാഷ്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുക. 28, 11, 234 കിട്ടുന്നുണ്ട് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 23.4. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ 23.4 ഇത് മാർക്സ് ആണെങ്കിൽ 23.4 മാർക്സിൻ്റെ ഡീവിയേഷൻസ് ആണ് ഉള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 23.4. ഇനി അതേസമയം ഇത് അബ്സല്യൂട്ടാണ്. റിലേറ്റീവ് ആണെങ്കിലോ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ റിലേറ്റീവ് ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ 23.4 ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരുന്നത് 53 0.44. ഇത് റിലേറ്റീവ്. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞത് കാണുന്നത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ, മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ 1 to 0 ഇടയിലുള്ള വാല്യൂസ് കിട്ടും. ഇത് റിലേറ്റീവ് ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ കാണാം. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലേക്കാണെങ്കിലും കണ്ടിന്യൂസ് സീരീസിലേക്കാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് മീൻ കാണുക. ആ മീൻ വാല്യൂവിനെ ഒബ്സർവേഷൻ എക്സിൽ നിന്ന് എന്ത് ചെയ്യാണ്? സബ്സ്ട്രാക്റ്റ് ചെയ്യാണ്. അതാണ് ഡി സ്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോകുമ്പോൾ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കണ്ടിന്യൂസ് സീരീസിൽ. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോകുമ്പോൾ മീനിൽ നിന്ന് മീൻ ഡീവിയേഷൻ കാണുകയാണെങ്കിൽ സിഗ്മ എഫ് ഇൻറ്റു ഡി സ്ലാഷ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നുള്ളതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ അവിടെ എക്സ് ബാർ കാണണോ എന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഇത് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബാർ കിട്ടും. ഇപ്പോൾ ഡി സ്ലാഷ് കാണാൻ എന്താ ചെയ്യുന്നത്? ഡി സ്ലാഷ് കാണാൻ എക്സ് മൈനസ് എക്സ് ബാർ ആ കോളത്തിൽ ഡി സ്ലാഷ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളം ഉണ്ട്. ആ കോളം കൊണ്ട് ഡി സ്ലാഷിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡി സ്ലാഷ് കിട്ടും. ഒരെണ്ണം നമുക്ക് ചെയ്തു നോക്കാം. ഇങ്ങനെ ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇത് ഡിസ്ക്രീറ്റ് സീരീസാണ്. എഫ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞൊരു കോളം ചെയ്യും. 10 × 4 40 300. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എഫ് ഇത് സിഗ്മ എഫ് എക്സ് ആണ്. സിഗ്മ എഫ് എന്ന് പറയുന്നത് 40. അപ്പോൾ ഇവിടെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ്. 1320 ഡിവൈഡഡ് ബൈ 40 33 കിട്ടിയത്. അപ്പോൾ ഇനി ഇവിടെ അടുത്ത കോളം ഡി സ്ലാഷ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈനസ് 33. അപ്പോൾ -23 കിട്ടുന്നത്. നമ്മളിവിടെ സൈൻ പരിഗണിക്കാത്തത് കൊണ്ട് 23. 20 മൈനസ് 33 13. അടുത്ത കോളത്തിൽ എഫ് ഇൻറ്റു ഡി സ്ലാഷ് 4 × 23 4 × 23 92. അടുത്ത 6 × 13 102. ഇത് ടോട്ടൽ ചെയ്താൽ സിഗ്മ എഫ് ഡി സ്ലാഷ് എന്നുള്ളത് കിട്ടും. 92 78 ചെയ്യുമ്പോൾ 400. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. സിഗ്മ എഫ് ഡി സ്ലാഷ് എന്ന് പറയുന്നത് 400 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നത് 40. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുമ്പോൾ 10 എന്നുള്ളത്. അപ്പോൾ മീൻ ഡീവിയേഷൻ 10 എന്നുള്ളതാണ്. ഇനി കോഎഫിഷ്യൻ്റ്, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് റിലേറ്റീവ് ആണ് കാണണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് കിട്ടിയിരുന്ന മീൻ എത്രയായിരുന്നു? 33 ഈക്വൽ ടു 0.3.
30. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഇനി ഇത് കണ്ടിന്യൂസ് സീരീസിലേക്ക് പോകുമ്പോഴും ഇക്വേഷൻ ഇത് തന്നെയാണ്. കണ്ടിന്യൂസ് സീരീസിൽ പോകുമ്പോഴും ഇക്വേഷനിൽ മാറ്റമില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ മാർക്സ് തരും. മാർക്സ് എന്നുള്ളത് 0 to 10, 10 to 20, 20 to 30, 30 to 40. ഇങ്ക് കഴിഞ്ഞു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നിടത്ത് ഇത് കാണുന്നുണ്ടാവും അല്ലേ, ബ്ലൂ ഇങ്ക് കഴിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നിടത്ത് 5, 12, 24, 30 ഇങ്ങനെ തന്നു നോക്കുക. ഇനി ചെയ്യേണ്ടത് മിഡ് വാല്യൂ കാണുക എന്നുള്ളതാണ് ആദ്യം. എം, അപ്പോൾ മിഡ് വാല്യൂ 0 + 10 ഇത് നമുക്കറിയാവുന്നതാണ്. 15, 25, 35. ഇനി എഫ് ഇൻറ്റു എം, അങ്ങനെ ഒരു കോളം. ഇവിടെ ഫ്രീക്വൻസി ഇതാണ് ഫ്രീക്വൻസി എഫ് ഇൻറ്റു എം. 5 × 5 അങ്ങനെ 25, അങ്ങനെ 12 ഇൻറ്റു അങ്ങനെ പോകും എഫ് എം. അപ്പോൾ സിഗ്മ എഫ് എം എക്സ് ബാർ എന്നുള്ളത് കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. അപ്പോൾ എക്സ് ബാർ കിട്ടും. പിന്നെ ഡി സ്ലാഷ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നിടത്ത് ഡി സ്ലാഷ്. അതിനുശേഷം ഫ്രീക്വൻസി കൊണ്ട് ഈ ഡി സ്ലാഷിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അടുത്ത കോളം കിട്ടും. അത് ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ എഫ് ഡി സ്ലാഷ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് സീരീസിലും മീൻ ഡീവിയേഷൻ കാണാൻ പറ്റും. ഇത് നിങ്ങൾ പൂർത്തിയാക്കി നോക്ക്. ഇത് ഞാൻ ഇത്രയും വിശദമാക്കി ഇനി ചെയ്തു പോകാത്തത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ മീനും അതുപോലെ മീഡിയനൊക്കെ വിശദമായിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇനി റിപ്പീറ്റിംഗ് വേണ്ട, സമയം കളയണ്ട എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇനി പൂർത്തിയാക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തിൽ നിന്നും കാണാം? മീഡിയനിൽ നിന്നും കാണാം. ഇതുവരെ നമ്മൾ ചെയ്തത് മീനിൽ നിന്നാണ്. മീഡിയനിൽ നിന്ന് കാണുമ്പോഴും മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ അതിൻ്റെ ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. സിഗ്മ ഡി സ്ലാഷ് ബൈ എൻ എന്ന് പറയും. അപ്പോൾ ഡി സ്ലാഷ് കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ മീഡിയൻ കാണുന്നത് ആദ്യം എങ്ങനെയെന്ന് മനസ്സിലാവണം. ഇവിടെ മീൻ കാണുന്നതിന് പകരം മീഡിയൻ കാണാം. അപ്പോൾ മീഡിയൻ കാണുന്നുണ്ടെങ്കിൽ n+1/2 ആയിട്ടുമാണ്. ആദ്യം ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിലാക്കും, എന്നിട്ട് ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ n+1/2 ആയിട്ട് മീഡിയൻ കിട്ടും. ആ മീഡിയനെ എക്സിൽ നിന്ന് എക്സ് ബാർ, അത് തന്നെയാണ് ഡി സ്ലാഷ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാം. ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒബ്സർവേഷനായിട്ട് തന്നിരിക്കുക 2, 4, 6, 8, 10 ഇങ്ങനെ ഒബ്സർവേഷൻ തന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ മീഡിയൻ കാണണം. അപ്പോൾ ഇത് ഓർഡർ ആണോ നോക്കാം. ഇത് ഓർഡറിലാണ്, അതുകൊണ്ട് പ്രയാസമില്ല. ഇതിപ്പോൾ ഓർഡറിലാണ്. ഇനി n+1/2 ഐറ്റം എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് 2, 4, 5. അപ്പോൾ 5+1/2 6/2. മൂന്നാമത്തെ ഐറ്റം തേർഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ 6ആണ്. അപ്പോൾ അടുത്ത കോളം എന്ന് പറയുന്നത് ഡി സ്ലാഷ് ആണ് ചെയ്യുന്നത്. എക്സ് മൈനസ് എക്സ് ബാർ 6ആണ് ഇവിടെ മീഡിയനായിട്ട് കിട്ടിയിരിക്കുന്നത്. മീഡിയൻ = 6ആണ്. അപ്പോൾ 2 - 6 അപ്പോൾ 4. ഇവിടെ മൈനസ് പരിഗണിക്കുന്നില്ലല്ലോ. 4 - അവിടെ 2, 6 - 4. ഇത് ടോട്ടൽ ചെയ്താൽ ഞാൻ സിഗ്മ ഡി സ്ലാഷ് കിട്ടി. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക സിഗ്മ ഡി സ്ലാഷ് ബൈ എൻ. അപ്പോൾ മീഡിയൻ കണ്ടിട്ടും മീൻ ഡീവിയേഷൻ കാണാം. ഇതുപോലെ തന്നെയാണ് ഇനി ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോവുകയാണെങ്കിൽ സിഗ്മ എഫ് ഡി സ്ലാഷ് ബൈ എൻ. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാണുന്നത് എങ്ങനെയാണ്? n+1/2 ഐറ്റം തന്നെയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നുണ്ട്. അതേപോലെ കണ്ടിന്യൂസ് സീരീസിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ മിഡ് വാല്യൂ കാണും, എന്നിട്ട് പിന്നെ മീഡിയൻ കാണണം, എന്നിട്ട് അവിടെ n/2 ആണ് എന്നുള്ളതാണ് പറയുക. n/2 ഐറ്റമാണ്. അപ്പോൾ മീഡിയൻ ക്ലാസ് കിട്ടും. L+n/2 - CF f × h അങ്ങനെ മീഡിയൻ കിട്ടും. എന്നിട്ട് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ ഡി സ്ലാഷ് സിഗ്മ എഫ് ഡി സ്ലാഷ് ബൈ എൻ എന്ന് പറയുന്നത്. ഇത് ഈ ത്രെഡ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. കാരണം ഇത് 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ടെക്സ്റ്റ് എടുത്തിട്ട് ആ ഭാഗത്തു നിന്നുള്ള വർക്കുകൾ ഇതോടൊപ്പം തന്നെ ചെയ്തു പോവുക. അപ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ.
ഇനി ഈ മീൻ ഡീവിയേഷനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത ഒരു മെത്തേഡിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്നുള്ളത് നോക്കാം. നോട്ട് ഗീവ് ആക്യുറേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. അതിൻ്റെ ഇക്വേഷനും മീനിൽ നിന്നോ അല്ലെങ്കിൽ മീഡിയനിൽ നിന്നോ മോഡലിൽ നിന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്, വെരി സിമ്പിളാണ്, ബേസ്ഡ് ഓൺ ആൾ ഐറ്റംസ്. എല്ലാ ഐറ്റവും പരിഗണിച്ചിട്ടാണ്, എല്ലാറ്റിൽ നിന്നും മീൻ കണ്ടിട്ടാണ് അല്ലെങ്കിൽ എല്ലാറ്റിൽ നിന്നും മീഡിയൻ കണ്ടിട്ടാണ് ഇവിടെ ഡീവിയേഷൻ കാണുന്നത്. അതാണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ആൽജിബ്രൈക് സൈൻ ഇഗ്നറിങ് വൈൽ ടേക്കിംഗ് ഡീവിയേഷൻ. ഡീവിയേഷൻ എടുക്കുമ്പോൾ ഇവിടെ മൈനസ് എന്നുള്ളത് സൈൻ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആവില്ല. ഇറ്റ് വിൽ നോട്ട് ഗീവ് ആക്യുറേറ്റ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ടുള്ള ഡീവിയേഷൻ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് നൽകുന്നില്ല. കാരണം നമ്മളിവിടെ സൈൻ ഇഗ്നർ ചെയ്തിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മീൻ ഡീവിയേഷൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തുകൊണ്ടാണ് അടുത്ത മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നാലാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നുകൂടി അതിനെ അറിയാറുണ്ട്. കാരണം ഇതിനെ സ്ക്വയേർഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നുകൂടി പറയാറുണ്ട്. ഇത് 1893 കാൾ പിയേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്ന ഒരു ടൂൾ കൂടിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കണം. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിഗ്മ എന്ന് പറയുന്നത്, ഇത് സ്മോൾ ലെറ്റർ സിഗ്മ, ഗ്രീക്ക് ലെറ്ററിൽ സ്മോൾ, മറ്റേ ക്യാപിറ്റലിൽ നമുക്ക് സിഗ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ഇത് ലോവർ കേസാണ്. ഈ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഈ ഡി സ്ക്വയർ എന്ന് പറയുന്നത്, ഈ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഇവിടെ സൈൻ കൂടി പരിഗണിക്കും, സൈൻ കൺസിഡർ ചെയ്തിട്ടാണ് ഈ എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളത് കാണുന്നത്. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യും, അപ്പോൾ ഡി സ്ക്വയർ ആയി. അത് ടോട്ടൽ ചെയ്താൽ സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഇൻഡിവിജ്വൽ സീരീസിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ തരികയാണ്. ഇവിടെ സെൻറ്റിമീറ്ററിൽ 160, മറ്റൊരു 170, 2, 4, 6, 8, 10 പേരുള്ള ഹൈറ്റാണ് തന്നിട്ടുള്ളത്, ഡിഫറെൻറ്റ് ഹൈറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീവിയേഷനാണ് കാണേണ്ടത്. അങ്ങനെയാകുമ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് ഡി എന്ന് പറയുന്ന കോളം കാണണം. അത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നതാണ്. ഇവിടെ സൈൻ കൂടി പരിഗണിച്ചാണ്. അപ്പോൾ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ഇൻഡിവിജ്വൽ സീരീസിൽ. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുക, 160 ഇതിങ്ങനെ ടോട്ടൽ. അപ്പോൾ ഇവിടെ 1630 ഡിവൈഡഡ് ബൈ 10, 163 എന്ന് പറയുന്നതാണ് മീൻ. ഇനി ഇവിടെ നമ്മൾ ഡി കാണണം, ഡിഫറൻസ് കാണാം. അപ്പോൾ 160 മൈനസ് 163, എക്സ് മൈനസ് എക്സ് ബാർ 160 മൈനസ് 163, അപ്പോൾ -3. ഇവിടെയും -3. ഇവിടെ എന്താ വ്യത്യാസം? മീൻ ഡീവിയേഷനിൽ നമ്മൾ ഡി സ്ലാഷ് എന്നുള്ളത് കാണുമ്പോൾ അവിടെ സൈൻ പരിഗണിച്ചില്ല, ഇവിടെ സൈൻ പരിഗണിക്കുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ. 7. ഇനി അടുത്ത കോളത്തിൽ ഇതിനെ സ്ക്വയർ ചെയ്യാണ്. -3 × -3, അപ്പോൾ 9, 49. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഡി സ്ക്വയർ കിട്ടും. 74 സിഗ്മ ഡി സ്ക്വയർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 74 ഡിവൈഡഡ് ബൈ 10 റൂട്ട് ഓഫ് 7.4. 7.4ൻ്റെ റൂട്ട് 2.74 സെൻറ്റിമീറ്റർ. ഇതാണ് ഈ 10 പേര് തമ്മിലുള്ള ഹൈറ്റിൻ്റെ സെൻറ്റിമീറ്ററിലുള്ള ഡിസ്പേർഷൻ എന്ന് പറയുന്നത് 2.74 സെൻറ്റിമീറ്റർ. ഇത് അബ്സല്യൂട്ടാണ്. ഇനി റിലേറ്റീവ് ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ
എക്സ് ബാർ ഇൻറ്റു 100. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.74 ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറയുന്നത് 163 ഇൻറ്റു 100. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ അബ്സല്യൂട്ട് ഇൻഡിവിജ്വൽ സീരീസിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കാണാനുള്ള സ്റ്റെപ്പ് ഡീവിയേഷൻ, ആക്ച്വൽ മീൻ, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറേ അസ്യൂംഡ് മീൻ. നമ്മളിവിടെ ആക്ച്വൽ മീൻ മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്തത്. കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ അങ്ങനെ ഇക്വേഷൻസ് വന്നിട്ട് ഇത് ഏതിൻ്റെ ഇക്വേഷനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കണം, ടെക്സ്റ്റിൽ നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. ഇവിടെ ആക്ച്വൽ മീൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാൻ ഇന്ന മെത്തേഡിൽ ചെയ്യണം എന്നൊന്നും പറയില്ല. അതുകൊണ്ട് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്ന ഭാഗം കൂടിയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതുകൊണ്ട് കൃത്യമായിട്ട് നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോവാം. സെയിം ആണ്, ചെറിയ വ്യത്യാസങ്ങൾ. അവിടെ ഫ്രീക്വൻസി കൂടി വരുമ്പോൾ അതുകൂടി പരിഗണിച്ച് വേണം. കണ്ടിന്യൂസ് സീരീസിലേക്ക് പോകുമ്പോൾ അവിടെ ക്ലാസ്സാണ്, ആ രീതിയിൽ വേണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസ്ക്രീറ്റ് സീരീസിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ടി സ്ക്വയർ ബൈ എൻ, റൂട്ട് ഓഫ് സിഗ്മ എഫ് ടി സ്ക്വയർ ബൈ എൻ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. എക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സ് ആണ്, എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ എക്സ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നതൊക്കെ എക്സ് മൈനസ് എക്സ് ബാറാണ് ചെയ്തിട്ടാണ് കിട്ടുക. ഒബ്സർവേഷൻ ഉണ്ടാവും, അതുപോലെ ഫ്രീക്വൻസി ഉണ്ടാവും. ആദ്യം തന്നെ ചെയ്യേണ്ടത് എഫ് ഇൻറ്റു എക്സ് സിഗ്മ എഫ് എക്സ് കിട്ടുമ്പോൾ എക്സ് ബാർ കിട്ടും. എന്നിട്ട് അടുത്ത കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഡിയോ ആണെങ്കിൽ ഡി. പിന്നീട് ഇതിനെ സ്ക്വയർ ചെയ്യുന്നു, ഡി സ്ക്വയർ. പിന്നെ അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഡി സ്ക്വയർ കിട്ടുന്നു. അത് ടോട്ടൽ ചെയ്താൽ സിഗ്മ എഫ് ഡി സ്ക്വയർ കിട്ടും. ദെൻ സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ സിഗ്മ എഫ് ആണ്. ഇവിടെയും സിഗ്മ എഫ് ആണ്, എൻ അല്ല, ഫ്രീക്വൻസി ആണ്, ടോട്ടൽ ഫ്രീക്വൻസി. ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറ്റും. മറ്റൊന്ന് കണ്ടിന്യൂസ് സീരീസിലാണ്. കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നോക്കി നോക്കാം. അപ്പോൾ ഇനി വരുന്നത് കണ്ടിന്യൂസ് സീരീസ്. ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ഈ ഡിസ്ക്രീറ്റ് സീരീസിലെ പോലെ തന്നെയാണ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മ എഫ്, അല്ലെങ്കിൽ സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ പ്രകാരം നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ ഒരു എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മാർക്സ് 50, 60, 90, 100. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് 2, 5, 5 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ മിഡ് വാല്യൂ കാണണം. എം എന്ന് പറയുന്നത് മിഡ് വാല്യൂ. സാധാരണ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മീനിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മീഡിയനിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 40 + 50 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ 45, 95 മിഡ് വാല്യൂ കിട്ടി. ഇനി എഫ് ഇൻറ്റു എം, ഈ എഫ് ഇൻറ്റു എം 2 × 45 90, 75. ഇത് ടോട്ടൽ ചെയ്താൽ സിഗ്മ എഫ് എം കിട്ടും. അപ്പോൾ 90, 276, 50. ഈ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുക, 2 സിഗ്മ എഫ് കിട്ടും 50. ആദ്യം നമ്മൾ എക്സ് ബാർ കാണാം. സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 36, 50 ഡിവൈഡഡ് ബൈ 50 എന്നാൽ മീൻ എന്ന് പറയുന്നത് 73 എന്നുള്ളത് കിട്ടി. 73. ഇനി അടുത്ത കോളത്തിൽ എക്സ് കാണാം. ഇവിടെ എക്സ് സ്ക്വയറിലേക്ക് എത്തുന്നതിന് അത് എക്സ് എന്ന് പറയുന്നത് എം മൈനസ് എക്സ് ബാർ ആണ്. ഇവിടെ എം ആണ്, മിഡ് വാല്യൂ ആണ് ഇവിടെ ക്ലാസ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ, ഇവിടെ എം മിഡ് വാല്യൂ ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് സീരീസിലാവുമ്പോൾ എക്സ് ആണ്, അവിടെ മിഡ് വാല്യൂ കാണേണ്ടതില്ലല്ലോ.
അപ്പോൾ എം മൈനസ് എന്ന് പറഞ്ഞാൽ 45 മൈനസ് 73 28 മൈനസ് പരിഗണിക്കും. 55 മൈനസ് 73 12 22. ഇങ്ങനെ എം മൈനസ് എക്സ് ബാർ 73 എന്നുള്ളൊരു കോളം ചെയ്തു. അപ്പോൾ എക്സ് കിട്ടി. ഇനി എക്സിനെ സ്ക്വയർ ചെയ്യും. -28 ഇൻറ്റു -28 784 484. അപ്പോൾ എക്സിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് എഫ് എക്സ് സ്ക്വയറാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ എക്സ് സ്ക്വയറിനെ എഫ് കൊണ്ട് 2 ഇൻറ്റു 784 അതുപോലെ 5 ഇൻറ്റു 324 ഇങ്ങനെ സ്ക്വയർ ചെയ്യണം. 15 68 ഇൻറ്റു 484 24 20. ഇത് ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്താൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ കിട്ടും. സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 7600. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7600 √7600 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നത് 50. അത് സോൾവ് ചെയ്യുമ്പോൾ 12.33. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ മാർക്സിലുള്ള ഡീവിയേഷൻ 12.33 മാർക്സ് എന്നുള്ളതാണ് മാർക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടിന്യൂസ് സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിലും സെയിം ഇക്വേഷനാണ്. അവിടെ മിഡ് വാല്യൂ കാണേണ്ടതില്ല. ബാക്കിയൊക്കെ ഈ സ്റ്റെപ്പുകൾ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എക്സാമിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സി വിയും അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷനും മെയിൻ ഡീവിയേഷൻസ് ഒക്കെ നോക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഇടാ. അതോടൊപ്പം ഇതിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും ആ പാഠഭാഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കി നോക്കാം. കമ്പ്യൂട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ മെറിറ്റ്സ് നോക്കുക. ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേഷനിലെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. കേപ്പബിൾ ഫോർ ഫർദർ ആൽജിബ്രായിക് ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇത് ഫർദർ ആൽജിബ്രായിക് ട്രീറ്റ്മെൻറ്റിന് അനുയോജ്യമായതാണ്. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. എല്ലാ ഐറ്റത്തെയും പരിഗണിച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. വാല്യൂ ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ആണ്. ലിമിറ്റേഷൻ പറയുമ്പോൾ ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. മറ്റുള്ള ഇപ്പോൾ റേഞ്ചോ ക്വാർട്ടൈൽ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല. എന്നാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറച്ച് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ളതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വ്യാപകമായിട്ട് കൂടുതലായിട്ടും ഡിസ്പേർഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ആ ചാപ്റ്ററിലെ ന്യൂമറിക്കലായിട്ടുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ മെഷർ ചെയ്യാനുള്ള ന്യൂമറിക്കൽ മെത്തേഡുകളിൽ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇനി ആ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്, ലോറൻസ് കർവ്. ഇനി അതിലെ ലാസ്റ്റാണ് ലോറൻസ് കർവ്. കാണുന്നുണ്ടാവും, ആ ബ്ലൂ ഇങ്ക് കഴിഞ്ഞു. അതാണ് ഈ ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഡോക്ടർ ലോറൻസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇത് വെൽത്തിലുള്ള ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രാഫിക്കൽ മെത്തേഡായിരുന്നു. ഈ നിലവിലിപ്പോഴത് പ്രോഫിറ്റ്, അതുപോലെ ഇൻകം, വേജസ് അങ്ങനെ പറയുന്നതിലൊക്കെ ഉള്ള ഇനീക്വാലിറ്റീസൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഈ ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതിന് ചില സ്റ്റെപ്പുകൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ തന്നെ ഓരോ സ്റ്റെപ്പുകളിലൂടെ പോകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻകം ഒരു എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കുക. ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻകം ഗ്രൂപ്പ് തന്നിട്ടാണ് 0-നും 5000-നും ഇടയിൽ വരുമാനമുള്ള ആളുകൾ. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കോളം. നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 5. പിന്നെ 5000-നും 10000-നും ഇടയിൽ. ഇങ്ങനെ ഇവിടെ ഇൻകം തന്നിരിക്കുകയാണ്. 0-നും 5000-നും ഇടയിലുള്ളവർ 5, അങ്ങനെ 40,000-നും 50,000-നും ഇടയിലുള്ളവർ 7 പേര്, നമ്പർ ഓഫ് വർക്കേഴ്സ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ഇൻകത്തിൻ്റെ ഇതിൻ്റെ മിഡ് വാല്യൂ കാണാണ്. മിഡ് വാല്യൂ ഇൻകത്തിൻ്റെ
മിഡ് വാല്യൂ കാണാം. അപ്പോൾ 0 + 5,000 ഡിവൈഡഡ് ബൈ 2 2,500. അപ്പോൾ ഇങ്ങനെ ഈ ഇൻകത്തിൻ്റെ മിഡ് വാല്യൂ ഇങ്ങനെ 45,000 കണ്ടു. ഇനി ഇതിനെ കുമുലേറ്റ് ചെയ്യാണ്. കുമുലേറ്റീവ് മിഡ് വാല്യൂ ഓഫ് ഇൻകം. ഈ മിഡ് വാല്യൂവിനെ നമ്മൾ കുമുലേറ്റ് ചെയ്ത് അടുത്ത കോളത്തിലേക്ക് ചെയ്യണം. അപ്പോൾ 2,500 ദെൻ അടുത്തത് 2,500 7,500 10,000 15,000 15,000 55,000 45,000 1,00,000. അപ്പോൾ കുമുലേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ പേഴ്സൻറ്റേജ് കാണാണ്. ഈ കുമുലേറ്റീവ് ഇൻകത്തിൻ്റെ പേഴ്സൻറ്റേജ് കാണാം. അത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ആദ്യത്തെ പേഴ്സൻറ്റേജ് കാണുക എന്ന് പറയുമ്പോൾ 2,500 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100. അടുത്തതാവുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100. അടുത്തത് 25,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ നോക്കുക 2,500 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2.5. ഇവിടെ 10, ഇവിടെ 100. ഈ ഇക്വേഷൻ പ്രകാരം ഈ രീതിയിൽ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇവിടെ 100, അതായത് 1,00,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100. അങ്ങനെ ഒരു കോളം ചെയ്തു. ഇനി ചെയ്യുന്നത് ഇത് ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസിയെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണും. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 5 15 33 43 50. അപ്പോൾ കുമുലേറ്റീവ് ഈ വർക്കേഴ്സിൻ്റെത് കുമുലേറ്റ് ചെയ്തു. ഇനി അതിൻ്റെതും പേഴ്സൻറ്റേജ് കാണുകയാണ്. ഇതിൻ്റെയും പേഴ്സൻറ്റേജ് കാണാം. ഇതിൻ്റെ പേഴ്സൻറ്റേജ് കാണുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 അങ്ങനെയാണ് വരിക. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. 5 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 വരും, ഇവിടെ 86, ഇവിടെ വരുമ്പോൾ 100. ഇവിടെ എങ്ങനെ പേഴ്സൻറ്റേജിലേക്കാക്കി. അപ്പോൾ ഇൻകം പേഴ്സൻറ്റേജിലേക്കാക്കിയതും അതുപോലെ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൻറ്റേജിലേക്കാക്കി. ഈ 2 കോളമാണ് ഇനി നമ്മൾക്ക് കാര്യമായിട്ട് ആവശ്യം വരുന്നത്. മറ്റുള്ളതൊക്കെ അതിൻ്റെ സ്റ്റെപ്പുകളായിരുന്നു. ഈ 2 കോളങ്ങളാണ്. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഈ പേഴ്സൻറ്റേജുകളൊക്കെ നമ്മൾ ഗ്രാഫിൽ വൈ ആക്സിസിലേക്കും ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലേക്കുമായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു അതിനനുസരിച്ച് ഡിസ്പേർഷൻ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത്രയും ഭാഗം കൊണ്ട് മായ്ക്കണം ഇവിടെ വരക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവ് ഇൻകം പെർസെൻറ്റേജ് ഇതാണ് വൈ ആക്സിസ്. ഇത് ക്യുമുലേറ്റീവ് വർക്കേഴ്സ് പെർസെൻറ്റേജ്. ഇവിടെ 0 10 20 30 40 അതുപോലെ ഇങ്ങോട്ടും 10 20 30 20 10. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് ഇങ്ങോട്ടും. ഇത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ്, ഇത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടും നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 0, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 20 30 അങ്ങനെ 100, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 30 അങ്ങനെ വരും. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുക. ഈ 0യിൽ നിന്ന് 0യിലേക്ക് വരുന്ന രീതിയിൽ ഒരു ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുക. അല്ലെങ്കിൽ 100 to 100ലേക്കും വരക്കാം ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓരോ പേഴ്സൻറ്റേജ് ഇതിലേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിലെടുക്കുക 2.5 ക്യുമുലേറ്റീവ് ഇൻകം 2.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിലായിട്ട് വരുന്നുണ്ടാവും 2.5. ആ സമയത്ത് വർക്കേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 ഈ 10ൽ 2.5 എന്ന് പറയുന്നത് ഇവിടെ ഇതിന് കറക്റ്റ് ആകുമ്പോൾ ഇങ്ങനെ വരും. അടുത്തത് വരുന്നത് 10 ആണ് ക്യുമുലേറ്റീവ് ഇൻകം 10. അതിന് നേരെ വരുന്നത് 30. 10ന് നേരെ ഇവിടെ 30ക്കും 10നും നേരെയായിട്ട് ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. 10നും 30ക്കും നേരായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കും. നേരത്തെ മാർക്കിങ് അവിടെയാണ്. അടുത്തത് വരുന്നത് 25ന് നേരെ വരുന്നത് ഇത് രണ്ടും മാർക്ക് ചെയ്തു, ഇത് മാർക്ക് ചെയ്തു. അടുത്തത് 25 ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക. അതിന് 66 എന്ന് പറയുന്നത് ഇതിന് നേരെ വരുമ്പോൾ ഈ 25 ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഇതിലായിട്ട്
ഏകദേശം ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. അടുത്തത് വരുന്ന 55 ഇതിൽ അതിന് നേരെ വരുമ്പോൾ 86 എന്ന് പറയുന്നത് ഇങ്ങനെ ഈ 55 ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാം. അടുത്തത് 100ന് നേരെ 100 ഇപ്പോൾ ഇവിടെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ ഈ പോയിന്റുകളൊക്കെ ഇങ്ങനെ ചേർത്ത് വരച്ച് കഴിയുമ്പോൾ ഈ കിട്ടുന്നതാണ്, ഇതാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നതിന് അതിനകത്ത് അത്രത്തോളം ഇൻകം ഡീവിയേഷൻ ഉണ്ട്, ഡിസ്പാരിറ്റീസ് ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കും. ഇത് അടുത്തത് വരുമ്പോൾ അടുത്തത് ഇതുപോലെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇതിനോട് ചേർന്നിരിക്കുന്നതിനനുസരിച്ച് ഡിസ്പേർഷൻ കുറവാണ് എന്നും പറയാൻ സാധിക്കും. അപ്പോൾ ഒരേ ലോറൻസ് കർവിൽ തന്നെ വ്യത്യസ്ത ഫേമുകളുടെ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ തരികയാണെങ്കിൽ വ്യത്യസ്ത കർവുകളാണ് ഉണ്ടായിരിക്കുക. ഈ രീതിയിൽ ലോറൻസ് കർവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് എക്സും മറ്റൊരു ഭാഗത്ത് എഫും തന്നു കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ മിഡ് വാല്യൂ കാണുന്നു, എക്സിൻ്റെ കുമുലേറ്റ് ചെയ്യുന്നു, എക്സിൻ്റെ കുമുലേറ്റിൻ്റെ പെർസെൻറ്റേജ് കാണുന്നു, ദെൻ എഫിൻ്റെ കുമുലേറ്റ് ചെയ്യുന്നു, എഫിൻ്റെ പെർസെൻറ്റേജ് കാണുന്നു. ഈ പെർസെൻറ്റേജുകൾ മാത്രമായിട്ട് എടുക്കുന്നു, എന്നിട്ട് അതിനെ കറസ്പോണ്ടൻ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തുകൊണ്ട് ലോറൻസ് കർവ് വരക്കുന്നു. ഇതും എക്സാമിൽ ലോറൻസ് കർവ് വരക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലെങ്കിലും ലോറൻസ് കർവുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിലെ വലിയൊരു മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട ഒരു ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടു കഴിഞ്ഞല്ലോ, ഇതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഡീവിയേഷൻ മെഷർ ചെയ്യുന്നതിൽ നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ. അത് ടെക്സ്റ്റ് എടുത്തുകൊണ്ട് ടെക്സ്റ്റിൻ്റെ പിറകിലുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് അത് ചെയ്തു വെക്കുക. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടുകൂടി അത് പരിഗണിച്ച് തന്നെ അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്ത് തന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ നോട്ടിൽ ആ വർക്കുകൾ പൂർത്തിയാക്കി വെക്കുക. അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.